ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് എൻ്റെ ഒരു ഫീൽഡ് ഡേ ഇൻ മൈ ലൈഫ് ആണേ. ഒരു 6:30 ഫീൽഡിലേക്ക് പോയതായിരുന്നു. ഇന്ന് എൻ്റെ റിസർച്ച് പ്ലോട്ടിൻ്റെ ലേ ഔട്ട് അടിക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഒരു 60 സെൻറ്റുള്ള പ്ലോട്ട് നമ്മൾ 3 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് ലേ ഔട്ട് അടിക്കണം. അപ്പോൾ ഒരു 8-8:30 ആയപ്പോഴത്തേക്കും ഞാൻ അവിടുന്ന് തിരിച്ചു വന്നു കേട്ടോ. എൻ്റെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചുപോയി. അങ്ങോട്ട് പോകുന്ന സമയത്ത് തണുത്തിട്ട് കണ്ണീന്നൊക്കെ വെള്ളം വരുമായിരുന്നു, പല്ലൊക്കെ കൂട്ടിയിടിക്കുമായിരുന്നു. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് നല്ല രസമുണ്ടായിരുന്നു. ഒരു ചെറിയ ചൂടുള്ള വെയിലും പിന്നെ തണുത്ത കാറ്റും, ചുറ്റും ആരുമില്ല, നല്ല പച്ചപ്പും. ഒരു കാതിലോല ഞാൻ കണ്ടില്ല, ആ പാട്ടൊക്കെ ഇയർഫോണിൽ വെച്ച് ഞാൻ ക്യാമ്പസ് രണ്ടു വട്ടം ഒന്ന് വൈബടിച്ച് ചുറ്റിയേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ സോഷ്യൽ കിച്ചണിലേക്കാണ് പോയത്. ഇന്ന് മെസ്സിൽ സേവയായിരുന്നു. എന്തായാലും ഇന്ന് ഫുഡ് നന്നായിട്ട് കഴിക്കാതെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് ഫുൾ ഡേ വെയിലത്തായിരിക്കും നിൽക്കേണ്ടി വരുന്നുണ്ടാവുക. അതുകൊണ്ട് നന്നായി ഫുഡ് കഴിക്കാന്ന് ഓർത്ത് ഞങ്ങൾ സോഷ്യൽ കിച്ചണിലേക്ക് പോയി. ഈ ഭൂരിയും തേങ്ങാ ചട്നിയും അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. തമിഴ്നാട്ടിൽ ഫസ്റ്റ് വന്ന സമയത്ത് ക്യാൻറ്റീനിൽ നിന്ന് ഈ ഭൂരിന്റെ കൂടെ ചമ്മന്തി കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്താ ഇങ്ങനെ ഇത് നന്നാവുമെന്ന്. പക്ഷെ കഴിച്ചു വന്നപ്പോൾ ഞാൻ നല്ല ഫാനായി. സെറ്റ് സാധനമാണ്. അത് കഴിഞ്ഞൊരു കോഫിയും കുടിച്ച് ഞാൻ ഫീൽഡിലേക്കും അൾമാർ ലാബിലേക്കും പോയി. ഇത് ഞാൻ സോയിൽ സാമ്പിൾ കളക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. ഇത്രയും വെള്ളമുള്ള സമയത്ത് സത്യത്തിൽ കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും 2 ദിവസം കഴിഞ്ഞ് ബണ്ടൊക്കെ വെക്കാൻ വേണ്ടി ഡ്രെയിൻ ചെയ്യും ഫീൽഡ്. അന്നേരം കളക്ട് ചെയ്താൽ മതി. പക്ഷെ എന്തായാലും എൻ്റെ ലേ ഔട്ട് അടിക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കണം. ഈ സമയത്താണെങ്കിൽ ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിമാര് ചായ കുടിക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഈ സോയിൽ സാമ്പിൾ എടുത്ത് വെക്കാന്ന്. അങ്ങനെ ഞാൻ സോയിൽ സാമ്പിൾ എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കാറ്റടിക്കുമ്പോൾ തണുപ്പാ. പക്ഷെ നല്ല സൂര്യൻ തലയുടെ മേളിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ കാറ്റടിക്കുമ്പോൾ തണുപ്പ് വരും. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് അല്ല, വെതർ ആയിരുന്നു. എന്നിട്ടെന്താ, പക്ഷേ ഈ ടാൻ അടിക്കുക മീൻസ് അഗ്രികൾച്ചർ എടുത്തിട്ട് ടാൻ അടിക്കാൻ പറ്റത്തില്ല, വെയിലത്ത് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കൂല. പോയി പള്ളി പോയി പറയാൻ പറയും. ഞാൻ തന്നെ പറയും എന്നോട് പോയി പള്ളി പോയി പറയാനായിട്ട്. ഞാൻ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെടുത്ത കോഴ്സാണേ. അപ്പോൾ അത് കഴിഞ്ഞ് ചേച്ചിമാർ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചു. പക്ഷെ ഭയങ്കര മധുരമായിരുന്നു, ഇതിന് കോഫി ആയിരുന്നു. അത് കഴിഞ്ഞ് അവർ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നേരെ വർക്ക് ചെയ്യാൻ ഇറങ്ങി. ഇവർ 6:30 തുടങ്ങും കേട്ടോ വർക്ക്. 6 മണിക്ക് ഇവർ വരും. 6:30 വരെ ഇങ്ങനെ അറ്റൻഡൻസ് ഒക്കെ വിളിച്ച് ജോലിയൊക്കെ ഡിവൈഡ് ചെയ്യുന്ന സമയമാണ്. 6:30 ഇവർ ഫീൽഡിൽ ഇറങ്ങുന്നതാണ്. സമ്മതിക്കണം. നമ്മുടെ ഇവിടെയൊക്കെ 8 മണിയാകുമ്പോഴാണ്, കീഴിലൊക്കെ 8 മണിയാകുമ്പോഴാണ് തുടങ്ങുക. പക്ഷെ ഇവർ 6:30 വർക്ക് തുടങ്ങും. ഇങ്ങനെയാണ് കേട്ടോ ലേ ഔട്ട് അടിക്കുക. ഫസ്റ്റ് നമ്മൾ കാണുന്ന നമ്മുടെ ആ വരമ്പ് വെച്ചിട്ടില്ലേ, അതുപോലെ തന്നെ അടിക്കാൻ പറ്റില്ല. അത് നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് അതിന് ചരിവുണ്ടായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ 2 വരമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ആദ്യം ഒരു കയറുകൊണ്ട് ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ട് ഇത് സത്യത്തിൽ ഹൈപ്പോട്ടന്യൂസ് തിയറിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ബംഗാളിനെ പോലെ ഉണ്ടല്ലേ, സ്വാഭാവികം. തൊട്ട് എളുപ്പമല്ല കേട്ടോ ഇങ്ങനത്തെ പണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ നട്ടപ്ര വെയിലത്ത് ഇത്രയും ചേറിൽ എത്ര പ്രാവശ്യം അവർ നടന്നു എന്നറിയാവോ. ഇങ്ങനെ അപ്പം നമ്മളും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ കഷ്ടപ്പാട് മനസ്സിലാവുക. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കാലൊക്കെ കഴുകി വൃത്തിയായി. അവിടെ പോയപ്പോൾ എനിക്ക് നല്ലൊരു മയിൽപ്പീലി കിട്ടി. പിന്നെ അവിടെ ഒരു ഫീൽഡ് ഹാർവെസ്റ്റ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. സോയിൽ സാമ്പിൾ ഒക്കെ കളക്ട് ചെയ്ത് വണ്ടിയിൽ വെച്ച് ഞാൻ തിരിച്ച് ഡിപ്പാർട്ട്മെന്റിൽ വന്നേ. മാത്രല്ല മണ്ണും കുറച്ച് അധികമായിട്ട്, അധികമായാലും സാരില്ല, കുറയാണ്ടിരുന്നു. ഇനി ഇത് വെള്ളമൊക്കെ മാറിയിട്ട് വേണം സോയിൽ ടെസ്റ്റ് ചെയ്യാൻ. ചോക്ലേറ്റ് കൈട്ടിളക്കുന്ന പോലെയൊക്കെ. ഇതാണ് ഞങ്ങളുടെ സ്പെസിമെൻ കളക്ഷൻ റൂം. എന്താ ചന്തം. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ഫ്രീമാൻ ഹാളിൽ പോയിരുന്നിട്ട് പിന്നെ റൂമിലേക്ക് തിരിച്ചു പോയേ. ഫീസൊക്കെ കഴുകിയിട്ടുണ്ടോ? ഇത് ചൈതപ്പൻ്റെ ഒരു പഴയ ടീഷർട്ടാട്ടോ. അത് എൻ്റെ ഇല്ല. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാനുണ്ട്. കാര്യം ഇത്രയും വെയിലൊക്കെ കൊണ്ടല്ലേ. അപ്പം ഞാൻ മെസ്സിയിൽ നിന്ന് കുറച്ച് തൈര് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. അത് നമുക്ക് ഫീസിട്ടേക്കാം. അതിന് മുന്നേ തലയിൽ കുറച്ച് എണ്ണയും കൂടി വെച്ചാൽ വൈകിട്ടൊരു അടിപൊളി കുളി അങ്ങോട്ട് പാസ്സാക്കാം.
ഫേസ് കുറച്ചു. തലയിൽ എണ്ണ വയ്ക്കണം. എണ്ണ വയ്ക്കാൻ പോവാണേ. ഇതാണ് ഞാൻ വെക്കാൻ പോകുന്ന എണ്ണ. ഇത് സത്യത്തിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം ഫ്രണ്ട്സായിട്ട് മൂന്നാർ ട്രിപ്പ് പോയപ്പോൾ അവിടുന്ന് റോസ്മേരി ഓയിൽ വാങ്ങിച്ച കുപ്പിയാണ്. പക്ഷെ ഇതിനകത്താണ് ഇപ്പം ഞാൻ എണ്ണ ഒഴിച്ച് വയ്ക്കല്. നമുക്ക് എണ്ണ തേക്കാം. ഇപ്പം എണ്ണ തേച്ച് വെച്ചാൽ വൈകിട്ടാകുമ്പോൾ കുളിക്കാം. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ഞാൻ വെള്ളിയാഴ്ച എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്യുന്ന ദിവസമാട്ടോ. ശനി ഞാനും ഞാൻ എന്തായാലും ഹോസ്റ്റലിലുണ്ടാവില്ല. ശനി ഞാനും ലീവായതുകൊണ്ട് അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ എല്ലാം റീസെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് ചെയ്തപ്പോഴാണ് ചെയ്തു തന്നത്. ബ്ലീച്ച് ചെയ്യുന്നവരെ ചെയ്തപ്പം ചെയ്തു തന്നത്. അത് കഴിഞ്ഞപ്പോൾ അവൾ മടുത്ത് നീ തന്നെ ചെയ്തോളാൻ പറഞ്ഞ അവൾ ഇട്ടിട്ട് പോയി. പിന്നെ ഞാൻ തന്നെയാണ് കളറടിച്ചത്. ഒന്നും കാണാമല്ലേ, ഫ്രണ്ട്സൊക്കെ പറയാറ് നിന്റെ മുടി ചെമ്പിച്ചല്ലോ. ഞാൻ കളറടിച്ചതാണ്. ഹേ ഓക്കെ ചെമ്പിച്ച പോലെയാണുള്ളത് എല്ലാവരും പറയാറ്. അല്ല ചെമ്പിച്ച പോലെയെങ്കിലും ഉണ്ടല്ലോ. തുമ്പത്തും കുറച്ച് എണ്ണ കറിച്ചിട്ടുണ്ട്. വലിയ മുടിയൊന്നുമില്ല, ഇവിടുത്തെ വെള്ളം കാരണം ഫുള്ള് മുടി പോയിരിക്കുകയാണ്. കാണുന്നുണ്ടാവില്ലേ? ലൈറ്റ് ഉണ്ടായിരുന്നു ബേസ്, ഇത്രയും നേരം ഇതിട്ടില്ല. ഇപ്പം കാണുന്നില്ലേ? ഹായ് കണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എണ്ണ നന്നായിട്ട് പിടിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ടീഷർട്ടിൻ്റെ ഫ്രണ്ട് ബാക്കിലും ബാക്ക് ഫ്രണ്ടിലാണ് ഇട്ടിരിക്കുന്നത്. കുഴപ്പമില്ല. ഡിപ്പാർട്ട്മെൻറ്റിലൊരു വൈവ ഉണ്ട്, അതിന് പോകണമെന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഈ എണ്ണ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, പോയിട്ട് വരാം. ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം. എനിക്ക് വൈവക്ക് പോയി എന്നിട്ട് കണ്ണ് തുറന്നു വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രാവിലെ 6 മണിക്ക് എഴുന്നേക്കുകയും ചെയ്ത് അതിൻ്റെ കൂടെ കുറേ വെയിലും കണ്ടിട്ട് അയ്യോ കണ്ണു തുറന്നു വെക്കാൻ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളമൊക്കെ കുടിച്ച് പിടിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്നാക്സ് വന്നു കേട്ടോ. ഇതെന്തെന്നായിരുന്നു, ഒരു ഗുലാബ് ജാമുൻ എടുത്തിട്ട് അതിന് നടുവേ ഇങ്ങനെ പൊളന്നിട്ട് കുറച്ച് പാൽപ്പേട വെച്ച് എങ്ങനെ ഉണ്ടാവും, അതായിരുന്നു സാധനം. വർഷന് എനിക്ക് കഴിച്ച് ഹായ് ഗൈസ്, റിവ്യൂ ഒക്കെ ക്ലാസ്സിൽ പോയിട്ട് വന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. നമുക്ക് ഫ്രൈഡേ റീസെറ്റിംഗ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം. തലയിൽ ഓൾറെഡി എണ്ണ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫേസ് പാക്കും കൂടി ഇട്ടിട്ട് റൂമൊക്കെ വൃത്തിയാക്കാം. അപ്പം ഇത് ഞാൻ കടലമാവും തൈരും കൂടി മിക്സ് ചെയ്തതാണ്. ടാൻ മാറാനായിട്ട് അടിപൊളിയാണ് തൈര്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് തേക്കാം. ഇതിൻ്റെ സയൻറ്റിഫിക് ഇതിനെ പറ്റിയൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ. ഞാൻ ചുമ്മാ ഇങ്ങനെ തേക്കുന്നത്. തൈര് തേക്കുമ്പോൾ നല്ല തണുപ്പ്. ഓൾറെഡി ഇവിടെ നല്ല തണുപ്പാണ്, എന്നാലും ഞാൻ കുറേ നേരം കിടന്നതിൻ്റെ ഒരു ചൂടുണ്ട് എൻ്റെ ബോഡിക്ക്. ഏതൊക്കെയായാലും കുഴപ്പമില്ല, കുളിക്കാമല്ലോ അല്ലേ. സെറ്റാക്കാം. 6 അറ്റൻഡൻസ് ഉണ്ടായതിന് മുന്നേ കഴിക്കണം. ഇപ്പോൾ ഏതാണ്ട് 5:45 ആയിട്ടുണ്ടേ. മുക്കാണിക്കിടന്നുണ്ട് ഒരു 20 മിനിറ്റൊക്കെ മതി. എന്തായാലും മിച്ചം വരും കേട്ടാ. ഇതൊരു ദോശ ഇടാനുള്ള പാറ്ററുണ്ട്. അല്ല കഴുത്തിലെന്തേക്കാവേ മാക്സിമം കഴുത്തൊക്കെ കവർ ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ ഇവിടെ എന്താണെന്നറിയാവോ, നമ്മൾ കേരളത്തിലാകുമ്പോൾ ഞാൻ ഫീൽഡൊക്കെ പോയാൽ ഫുള്ള് കവർ ചെയ്തിട്ടൊക്കെ പോവാം. പക്ഷേ ഈ തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് ഈ വെയിലൊക്കെ ടോളറേറ്റ് ചെയ്യാൻ അവർ ഭയങ്കരമായിട്ട് ടോളറേറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മൾ ഈ കുട പിടിക്കണ തന്നെ, ഇവർ മഴ അല്ലാണ്ട് കുട എടുക്കണ പരിപാടിയില്ല. നമ്മളൊക്കെ തൃശ്ശൂർ പഠിക്കുമ്പോൾ വെയിലുണ്ടെങ്കിൽ കുട അടിച്ച് കുടിക്കൊണ്ട് നടക്കും. പക്ഷെ ഇവിടെ കുട ചൂടി വെയിലത്താറ് നടന്നോ അവൻ മലയാളി ഉറപ്പിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് നമ്മൾ ഓടുകൊണ്ട് ഔട്ടാകുന്നതുകൊണ്ട് പിന്നെ ടീച്ചേഴ്സും
അതായത് നമ്മൾ അഗ്രികൾച്ചർ കോഴ്സ് എടുത്തിട്ട് വെയിൽ കൊള്ളാൻ പറ്റില്ല അങ്ങനെയൊന്നും പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ടീച്ചേഴ്സിന് വലിയ ഇഷ്ടമില്ല കേട്ടോ നമ്മളിങ്ങനെ വെയിൽ കൊള്ളാൻ പറ്റില്ല, ചെളിയിലിറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മാർക്ക് പോകും. അതിൽ വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ഇത്രക്കൊന്നും ആവശ്യമില്ല. അത്യാവശ്യം പ്രൊട്ടക്റ്റൊക്കെ ചെയ്ത് ഇറങ്ങാവുന്നതാണ്. ഞാൻ എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാവേ. ഇതാണ് എൻട്രൻസ് ഡോർ. ഇവിടുന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 പേരാണ് നമ്മുടെ റൂമിലുള്ളത്. ഇവളുടെ റിസർച്ച് സ്റ്റേഷനിൽ പോയേക്കാണേ. ഇവിടെ ഇല്ല ഇപ്പം. അവളുടെ സാറ് റിസർച്ച് സ്റ്റേഷനിലുള്ളത്. അപ്പോൾ അവൾ അങ്ങോട്ട് പോയേക്കാം. പക്ഷേ ഇങ്ങോട്ട് വരും കേട്ടോ, 2 ദിവസം കഴിഞ്ഞ് വരും. അവിടെ ഒരു മലയാളിയാണേ, അവൾ വീട്ടിൽ പോയി. 2 പേര് തമിഴും ഞങ്ങൾ 2 പേര് മലയാളീസുമാണ്. അവളും വീട്ടിൽ പോയി ആലപ്പുഴ. പിന്നെ ഇവിടെ എത്തിയുണ്ട്, അവൾ മൈക്രോബയോളജിയിലാണ്. അവൾ ജീവാണുക്കളെയൊക്കെ കണ്ടുപിടിച്ച് സൂക്ഷ്മാണുക്കളെയൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോൾ രാത്രിയാവും, ഇപ്പോഴെങ്കിലും വരില്ല. പിന്നെ ഞാൻ, ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇപ്പം റൂമിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം. നമ്മൾ ആരുടെ സ്ഥലം അങ്ങനെയും നോക്കി ക്ലീൻ ചെയ്യില്ല, നമ്മൾ റൂം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ. പിന്നെ ഇത് കണ്ടോ എൻ്റെ മെമ്മറീസ്. ഇത് എൻ്റെ ഫാമിലി, എൻ്റെ അനിയത്തി, ചേട്ടായി, അമ്മ, ചേച്ചിയുടെ കുഞ്ഞുവാവ, ചേച്ചി, ഞാൻ കേട്ടോ. ഇത് ഞങ്ങൾ മൂന്നാർ പോയപ്പോഴത്തെ ഫോട്ടോ. അതെ, ഇതന്ന് തന്നെ എടുത്ത ഫോട്ടോ, ചേച്ചിയും ചേട്ടനും കൊച്ചും. പിന്നെ ഇത് ഞങ്ങൾ വാൽപ്പാറ പോയപ്പോൾ എടുത്ത ഫോട്ടോ. ഇത് ഞങ്ങൾ അതിരപ്പള്ളി പോയപ്പോൾ എടുത്ത ഫോട്ടോ. ഇത് ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്തിരുന്നപ്പോൾ എടുത്ത ഫോട്ടോ കേട്ടോ. ഇത് ഞങ്ങളുടെ മിസ്സാണേ, ഇത് ഞങ്ങളുടെ ഫാമാണ്. ഓക്കെ, ഇത് ഞാനും മുഫിയും ഇവിടെ വന്നിട്ട് ഞങ്ങൾ പോയ ഫസ്റ്റ് ട്രിപ്പ്. അടച്ചു പോയൊരു സുവോളജിക്കൽ പാർക്കിലേക്കാണ് ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് പോയത്. ആ ട്രിപ്പിൻ്റെ മെമ്മറിയാണ് ഇത്. ഞാൻ ഷെനായും, ഇത് ഞങ്ങളുടെ അട്ടപ്പാടി ട്രിപ്പ്. ഇത് ഞങ്ങളുടെ വീണ്ടും വാൽപ്പാറ ട്രിപ്പ്. ഇത് ഞങ്ങളുടെ ഒരപ്പങ്കെട്ട് ട്രിപ്പ്. ഇത് ഗോപു. പിന്നെ ഇത് ഞങ്ങൾ വയനാട് ട്രിപ്പ്. ഇത് വീണ്ടും വാൽപ്പാറ. 1 2 3 വാൽപ്പാറ. പിന്നെ ഇതൊക്കെ ഞാൻ ചുമ്മാ ബോറടിക്കുമ്പോൾ ചെയ്ത ആർട്ടാണ്. ഇതിനെന്തോ ഒരു പേരൊക്കെ പറയട്ടാ, എനിക്കറിയാൻ പാടില്ല. എന്തോ സെൻറ്റാങ്കിൾ ആർട്ടോ ആണോ, ഇല്യൂഷൻ ആർട്ട്. അതന്നെ, ഇല്യൂഷൻ ആർട്ടോ അങ്ങനെ എന്താ കേട്ടാ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, നല്ല രസമായിട്ട് കാണാൻ. ഓക്കെ, പിന്നെ ഇതെൻ്റെ ബാഡ്മിൻ്റൺ സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പോൾ 2 ചെടികളിൽ ഇനി കുറച്ച് ചെടിയും കൂടി വെക്കണം. ഓക്കെ, ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയാലോ. ഓക്കെ.
ഞാൻ റൂമൊക്കെ ഫുൾ അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ മാറ്റുന്നുണ്ട്. ബെഡ്ഷീറ്റൊക്കെ മാറ്റി കഴിഞ്ഞ് ഞാൻ ഫേസ് വൈപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടവല് വീക്ക്ലി വൺസ് വാഷ് ചെയ്യും. ബെഡ്ഷീറ്റ് വീക്ക്ലി വൺസ് വാഷ് ചെയ്യും. പിന്നെ ക്ലാസ്സിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഇപ്പോൾ ഫീൽഡിൽ പോയിട്ടില്ലെങ്കിൽ അത് 2 ദിവസമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സ് എല്ലാം ഫ്രൈഡേ നൈറ്റ് തന്നെ വാഷ് ചെയ്ത് വെക്കും കേട്ടോ. അതായത് സാറ്റർഡേ എഴുന്നേറ്റാൽ പിന്നെ എനിക്ക് വേറെ പ്രത്യേകിച്ച് അങ്ങനത്തെ പണികളൊന്നും ഉണ്ടാവില്ല. എങ്ങോട്ടെങ്കിലും സഡൻ പ്ലാനൊക്കെ വന്നാൽ പോവാം. അതുമാത്രമല്ല പിന്നെ പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുന്ന കാര്യം മാത്രം നോക്കിയാൽ മതി. വേറെ എനിക്ക് ഒരു പണി ഉണ്ടാവില്ലേ. പിന്നെ ഞാൻ ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേബിൾ ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യാറുണ്ട്. ഫ്ലോറും ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് പോയിട്ട് വന്ന് നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി വന്ന് ഒരു സാമ്പ്രാണിത്തിരി കത്തിച്ച് വെക്കും. പിന്നെ കുറച്ച് നേരം പ്രാർത്ഥിക്കും. ഇപ്പം ഇതാണ് കേട്ടോ റൂമിൻ്റെ അവസ്ഥ. റൂം ഫുൾ ഒരു ക്ലീൻ ഫ്രഷ് ആയ ഫീൽ ഉണ്ട്. അതിൻ്റെ കൂടെ നല്ല സാമ്പ്രാണിത്തിരിയുടെ സ്മെല്ലുണ്ട്. നല്ല പീസ്ഫുൾ വൈബ് ആയിട്ടുണ്ട്. അപ്പം മൈ റൂം ഈസ് ഓൾ സെറ്റ് ഫോർ നെക്സ്റ്റ് 1 വീക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ ചെയ്യാറുണ്ടാവുക. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. ഇത്രയും പണിയെടുത്തുകൊണ്ട് ഞാൻ പോയിട്ട് നല്ലപോലെ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും. ഒരു സീരീസ് ഒക്കെ കണ്ടിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും. ഞാൻ ഇപ്പോഴാട്ടോ സ്ട്രേഞ്ചർ തിങ്സ് കാണാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും ഇനി. കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. ബൈ ബൈ.